പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ധന്യമായ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഫെയ്ത്ത് ലൈറ്റ് മീഡിയയിൽ കൂടി ഇന്ന് രാത്രിക്കാലം എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. സർവശക്തനായ ദൈവം എല്ലാ പ്രിയപ്പെട്ടവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രികാലത്തെ ചിന്ത, മനുഷ്യൻ നിന്നെ പുറത്തു തള്ളിയെങ്കിൽ ദൈവം നിന്നെ അകത്ത് കയറ്റി മാനിക്കുന്ന ഒരു ദൈവമാണ് എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പലപ്പോഴും നമ്മുടെ ഭവനത്തിൽ നിന്ന് നമ്മൾ ഒറ്റപ്പെട്ടവരായിരിക്കാം. നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ ഒറ്റപ്പെടുത്തി കളഞ്ഞിരിക്കാം. നമ്മുടെ സഹോദരങ്ങൾ നമ്മളെ ഒറ്റപ്പെടുത്തി കളഞ്ഞിരിക്കാം. സമൂഹം നമ്മളെ ഒറ്റപ്പെടുത്തി കളഞ്ഞിരിക്കാം. സഭ നമ്മളെ ഒറ്റപ്പെടുത്തി കളഞ്ഞിരിക്കാം. പല ഫങ്ഷനുകളും നടക്കുമ്പോൾ നമ്മളെ സ്വീകരിക്കാതെ പുറത്തു നിർത്തുന്ന ചില അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ നേരിട്ടിട്ടുള്ളവരാണ്. പല പ്രയാസങ്ങൾ നമ്മൾ നേരിട്ട് അനുഭവിച്ചിട്ടുള്ളവരാണ്. അമ്മ തിരുവചനം വ്യക്തമായി അതിന് ആധാരമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നൊരു വാക്യമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിനകത്ത് ഒരു വിരുന്ന് സൽക്കാരം അല്ലെങ്കിൽ ഒരു വിവാഹ സൽക്കാരത്തെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വളരെ സുപരിചിതമായിരിക്കുന്ന ഒരു അധ്യായമാണ് യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം എന്ന് പറയുന്നത്. അവിടെ യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു എന്ന് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ പലരെയും ക്ഷണിക്കുമ്പോഴും വീട്ടിനകത്തുണ്ടായിരുന്ന നമ്മൾ പലപ്പോഴും പുറത്താണ്. വെളിയിലുള്ള പല ഉന്നതന്മാരെയും വിവാഹത്തിന് ക്ഷണിക്കുമ്പോൾ, ഫംഗ്ഷന് ക്ഷണിക്കുമ്പോൾ, മറ്റുള്ള അനേക കാര്യങ്ങൾക്ക് ക്ഷണിക്കുമ്പോൾ നമ്മുടെ സ്ഥാനം പലപ്പോഴും വീട്ടിൻ്റെ പുറത്താണ്. നമ്മളിൽ കുറവുണ്ടായിട്ടല്ല. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, അവിടെ യഹൂദന്മാരുടെ നിയമപ്രകാരം ശുദ്ധീകരണത്തിന് കൈ കഴുകാൻ ശുദ്ധീകരണത്തിനായി 2-3 പറ വീതം കൊള്ളുന്ന 6 കൽപാത്രം ഉണ്ടായിരുന്നു എന്ന് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. യേശുവിനെയും ശിഷ്യന്മാരെയും തൻ്റെ അമ്മയും ക്ഷണിച്ച ഭവനത്തിനകത്തും 6 കൽപാത്രങ്ങളുണ്ട്. പക്ഷെ ഈ പാത്രത്തിൻ്റെ ഇരിപ്പ് പുറത്താണ്. എന്നാൽ ചിന്തിക്കണം, ഇതിനകം ശൂന്യമല്ല, ഇതിനകത്ത് വെള്ളമുണ്ട്. അതല്ലേ പറയുന്ന യഹൂദന്മാരുടെ നിയമപ്രകാരം കൈ കഴുകുവാനാ ഈ പാത്രം പുറത്തു വച്ചിരിക്കുന്നത്. നിയമപ്രകാരം കൈയും കാലും കഴുകിയിട്ടാണ് ഭവനത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ അതിനകത്ത് എന്തോ ഉണ്ട്, ഈ 6 കൽപാത്രങ്ങളിലും വെള്ളമുണ്ട്, വരുന്നവർക്ക് കൈയും കാലും കഴുകാൻ. പക്ഷെ സ്ഥാനം പുറത്താണ്. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നന്മകൾ നമ്മൾ ചെയ്യുന്നുണ്ട്, നമ്മൾ സഹായിക്കുന്നുണ്ട്, മറ്റുള്ളവരെ കരുതുന്നുണ്ട്, മറ്റുള്ളവർക്ക് വേണ്ടതെല്ലാം കൊടുക്കുന്നുണ്ട്, നമ്മുടെ വീട്ടുകാരെ സ്നേഹിക്കുന്നുണ്ട്, വീട്ടിൽ ആണ് നമ്മുടെ ഇരിപ്പ്. പക്ഷേ പലപ്പോഴും നമ്മൾ സ്നേഹിക്കുന്നവർ നമ്മളെ പുറത്താക്കി കളയുമ്പോൾ, നമുക്കൊരു സ്ഥാനവും തരാതെ, മറ്റുള്ളവർക്ക് കൊടുക്കുന്ന സ്ഥാനത്തിൻ്റെ ഒരംശം പോലും നമുക്ക് തരാതെ നമ്മൾ പുറത്ത് തള്ളിക്കളയുമ്പോൾ നമ്മളെ ചേർത്ത് നിർത്തുന്ന ഒരു സർവശക്തനായ ദൈവം. എന്നെ ചിന്തിപ്പിച്ച ഭാഗമെന്ന് പറയുന്നത്, ഈ വിരുന്ന് നടക്കുന്ന ഭവനത്തിൽ തന്നെയാണ് ഈ കൽപാത്രം ഇരിക്കുന്നത്. പക്ഷെ അതിൻ്റെ ഇരിപ്പ് വെളിയിലാണ്. ഇതിനകത്ത് വെള്ളമുണ്ട്, വരുന്നവർക്ക് കാലും കൈയും കഴുകാനുള്ള വെള്ളവുമുണ്ട്. അപ്പൊ ചിന്തിച്ചു നോക്കിക്കേ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കയ്യിൽ നിന്ന് ആദായങ്ങൾ വാങ്ങുന്ന പലരും നമ്മുടെ കൂടെയുണ്ട്. അത് സഭയിലായിരിക്കാം, സഹോദരങ്ങളിലായിരിക്കാം, മാതാപിതാക്കളിലായിരിക്കാം, നമ്മളെ ആശ്രയിച്ച് ജീവിക്കുന്ന പലരുമുണ്ട്. പക്ഷേ ചില സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഒറ്റപ്പെട്ടവരാണ്, നമ്മളെ പുറന്തള്ളി കളയുന്ന ഒരു സാഹചര്യമാണ്. എത്ര നമ്മൾ നമ്മുടെ ഉള്ളിൽ നിന്ന് ആത്മീയ മേഖലകളിൽ മറ്റുള്ളവരെ സഹായിച്ചാലും കരുതിയാലും പലപ്പോഴും നമ്മുടെ സ്ഥാനം പുറത്താണ് എന്ന് സർവശക്തനായ ദൈവം വിളിച്ചു പറയുന്നു. നീ പുറത്തിരിക്കാനുള്ളവനല്ല, നിന്നെ അകത്ത് കയറ്റി മാനിക്കുവാനിടയായിത്തീരും. ഭവനം നിന്നെ ഒറ്റപ്പെടുത്തിയെങ്കിൽ,
കൂട്ടു സഹോദരങ്ങൾ നിന്നെ ഒറ്റപ്പെടുത്തിയെങ്കിൽ, കഴിഞ്ഞ നാളുകളിൽ നീ സഹായിച്ച, നിന്റെ കരുതലിൻ്റെ കീഴിൽ നിന്ന പലരും നിന്നെ തള്ളിക്കളഞ്ഞ് പല ഫംഗ്ഷനുകളിലും നിന്നെ ചേർത്തുകൊള്ളാൻ തയ്യാറാകാതെ അവർ ഒറ്റപ്പെടുത്തി കളഞ്ഞു എങ്കിൽ, എൻ്റെ അപ്പൻ വിളിച്ചു പറയുന്നു, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുന്നവനല്ല, ഞാൻ നിന്നെ ഒരു നാളും ഉപേക്ഷിക്കുന്നവനല്ല, ഞാൻ നിന്നെ ചേർത്ത് നിർത്തുവാനിടയായിത്തീരും. അതിൻ്റെ ആധാരമായിട്ടൊരു വാക്യം നമുക്കവിടെ 2-ാം അധ്യായത്തിൻ്റെ തന്നെ 7-ാം വാക്യത്തിൽ കാണാൻ കഴിയുന്നു. യേശു അവരോട് ഈ കൽപാത്രങ്ങളിൽ വെള്ളം നിറപ്പിൻ എന്ന് പറഞ്ഞു. അവർ വക്കോളം നിറച്ചു. അപ്പം അതിൻ്റെ അർത്ഥം മനസ്സിലായി പ്രിയമുള്ളവരെ, നമ്മൾ പുറത്താണെങ്കിലും നിരാശപ്പെട്ടു പോകുവാൻ ഇടവരാതെ വക്കോളം നിറയ്ക്കാൻ തയ്യാറാണെങ്കിൽ, ഒറ്റപ്പെടുത്തുന്നവരുടെ മുന്നിൽ, കുറ്റപ്പെടുത്തുന്നവരുടെ മുന്നിൽ, പുറംതള്ളി കളയുന്നവരുടെ മുന്നിൽ സർവശക്തനായ ദൈവം നിന്നെ മാനിച്ച് അകത്തു കയറ്റുവാനിടയായിത്തീരും. എവിടെ നീ നിന്ദിക്കപ്പെട്ടോ, എവിടെ നീ പരാജയപ്പെട്ടോ, എവിടെ നീ ഒറ്റപ്പെട്ടോ, സർവശക്തനായ ദൈവം അവരുടെ നടുവിൽ നിന്നെ അകത്തു കയറ്റി മാനിക്കുവാനിടയായിത്തീരും. വിരുന്ന് സൽക്കാരം നടക്കുന്ന ഈ ഭവനത്തിൻ്റെ ഉള്ളറയിൽ അനേകരുണ്ട്. നാളുകളായി ആ ഭവനത്തിൽ വരുന്നവർക്ക് ആമേൻ അടിമയായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ കൽപാത്രം. അതിനകത്ത് വെള്ളമുണ്ട്. മറ്റുള്ളവരുടെ കാല് കഴുകുകയും കൈ കഴുകുകയും ചെയ്ത് സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആത്മീയ ദൂത് മനസ്സിലാകുന്നു. വരുന്നവർക്കെല്ലാം നീ ആമേ വേണ്ട സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ നിന്റെ സ്ഥാനം പലപ്പോഴും പുറത്താണ്. നീ ആഗ്രഹിക്കുന്നത് പോലെ അകത്ത് കയറാൻ സാധിക്കാതെ നിന്നെ പുറന്തള്ളി കളയുമ്പോൾ സർവശക്തനായ ദൈവം വിളിച്ചു പറയും, നിരാശപ്പെടരുത്, നീ ഭാരപ്പെടരുത്. അതിൻ്റെ നടുവിൽ നീ വക്കോളം നിറയ്ക്കാൻ തയ്യാറാണെങ്കിൽ നിന്നിൽ രുചികരമായൊരു അനുഭവത്തെ പകർന്ന് അകത്ത് കയറ്റി സർവശക്തനായ ദൈവം മാനിക്കുവാൻ തക്കവണ്ണം ഇവിടെ ആയിത്തീരും. വിരുന്നുവാഴി രുചി നോക്കിയാറെ അതൊരു മേത്തരമായ അനുഭവമായി മാറിയെങ്കിൽ, ഇന്ന് വരെ നിന്റെ സ്ഥാനം പുറത്തായിരുന്നു എങ്കിൽ, ഇന്നു മുതൽ നിന്നെ അകത്തു കയറ്റി മാനിക്കുന്ന ഒരു സർവശക്തനായ ദൈവം. നിരാശപ്പെട്ടു പോകരുത് പ്രിയമുള്ളവരെ, ഭാരപ്പെട്ടു പോകരുത് പ്രിയമുള്ളവരെ. ആരെല്ലാം ഒറ്റപ്പെടുത്തിയാലും, ആരെല്ലാം നിന്ദിച്ചാലും, ആരെല്ലാം നിന്നെ കുറ്റം പറഞ്ഞാലും തള്ളിപ്പറഞ്ഞാലും, നീ ദൈവത്തെ മറക്കാതെ ആ തിരുസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്ത് വക്കോളം ഒന്ന് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തെ നിറയ്ക്കാൻ നീ തയ്യാറാകുന്നു എങ്കിൽ, നിന്ദിച്ചവരുടെ മുമ്പിൽ, ഒറ്റപ്പെടുത്തിയവരുടെ മുന്നിൽ, നിന്നെ തള്ളിപ്പറഞ്ഞവരുടെ മുന്നിൽ ദൈവം നിന്നെ അകത്തു കയറ്റി മാനിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അതിനായി സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ഈ ചിന്തകളാൽ ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവാത്മാവ് ഇന്ന് രാത്രികാലം നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.